എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അവള് കൈവിട്ട് പോകുന്നതിന്റെ പകയും. എന്നാ ഒരു പെണ്ണിന്റെ പക എത്രയാണെന്ന് നിനക്കറിയോ? ഇത് നീ ഒന്ന് കണ്ടേ. പക്ഷേ അവളെല്ലാം തുറന്നു പറയുന്നു പറഞ്ഞപ്പോ ഞാനാകെ പേടിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, അവളുടെ മുന്നിൽ നല്ലവനാവണമെന്ന്. അവളുടെ രഹസ്യങ്ങൾ അടങ്ങിയ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അവൾക്ക് തിരികെ നൽകി. ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. നീ നന്ദനോടൊപ്പം സുഖമായിട്ട് ജീവിക്കുക. എന്റെ എല്ലാ ആശംസകളും. ഞാനും. ബൈ. ഒടുവില് മീരെ കൊന്നുകളയാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ യാദൃശ്യമായിട്ട് സിദ്ധാർത്ഥൻ സാറിന്റെയും പ്രഭാവതി മാഡത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് വരേണ്ടി വന്നു. അപ്പോഴും മനസ്സിലുണ്ടായിരുന്നു മീരയോടുള്ള പക. മോളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ഞാനിവിടെ എത്തിയപ്പോ അവളെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടതാ. അവള് തന്നെ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു. ഞാൻ പ്രകാശിനെ ഒരു ചുമതല ഏൽപ്പിക്കാം. പറ്റില്ലെന്ന് പറയരുത്. എന്താ? പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ ആങ്കർ ആവണമെന്ന്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആക്ടർ പ്രകാശ് മേനോനെ ഞാനൊരു ചുമതല ഏൽപ്പിക്കാം. ഇന്നത്തെ ടോട്ടൽ ഫംഗ്ഷൻ നിയന്ത്രിക്കുന്നത് പ്രകാശ് മേനോനായിരിക്കും. ആ ഫംഗ്ഷനിൽ ഞാൻ അവളുടെയും നന്ദന്റെയും പേര് പറയണം. അവര് വിവാഹം കഴിക്കുന്നു. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു. മീര തന്നെ എന്നെ ആങ്കറിങ്ങിനെ ഏൽപ്പിച്ചു. അവളുടെ വിവാഹം ഞാൻ അനൗൺസ് ചെയ്യേണ്ട അവസ്ഥ. ഇവന്റ് ഞാൻ നന്ദനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.